നമസ്കാരം. നമ്മൾ ധാരാളം കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഒരു പദമാണ് ദയാവധം, മേഴ്സി കില്ലിംഗ്. അതായത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത രോഗാവസ്ഥ, അതുപോലെ വേദന അനുഭവിച്ചുകൊണ്ട് മരിക്കാതെ ഇങ്ങനെ കാലങ്ങളോളം കിടക്കേണ്ടി വരുന്ന രോഗാവസ്ഥ, അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് മനോവേദനയും മനോവിഷമവും ഒക്കെ തന്നെ ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാൻ ഉള്ള ഒരു പദപ്രയോഗമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രക്രിയയായിട്ടാണ് ദയാവധം എന്ന് പറയുന്ന ഒരു രീതി പല രാജ്യങ്ങളിലും ആവിഷ്കരിക്കുന്നത്. ഇന്ത്യയിൽ അതിനൊന്നും നിയമസാധുതയില്ല. ഒരാളെ കൊല്ലാനുള്ള, അല്ലെങ്കിൽ ഒരാൾ രോഗിയായി കിടക്കുകയാണ്, അതുകൊണ്ട് അയാളെ കൊന്നേക്കാം, അല്ലെങ്കിൽ അയാളെ ദയമൂലം ഇങ്ങനെ കഷ്ടപ്പെടേണ്ട, ബുദ്ധിമുട്ടേണ്ട, ശാരീരിക അവശതകൾ കൊണ്ട് ഇങ്ങനെ വിഷമിക്കേണ്ട എന്ന് വിചാരിച്ച് അയാളെ കൊല്ലാനുള്ള നിയമമൊന്നും നമ്മുടെ ഭാരതത്തിൽ ഇല്ല. പക്ഷേ ഇത് ലോകത്തെ പല രാജ്യങ്ങളിലും ദയാവധം നിയമപരമായി അംഗീകരിച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് അത് നടപ്പിലാക്കുകയും ചെയ്യുന്നത്. ഇത് നെതർലൻഡ്സിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ്. നെതർലൻഡ്സിൽ ദയാവധം നിയമപരമായി അംഗീകരിച്ച രാജ്യമാണ്. ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മൂലം വലയുന്ന ഒരു യുവതിക്കാണ് ദയാവധത്തിന് ഇപ്പോൾ അനുമതി കിട്ടിയിരിക്കുന്നത്. ശാരീരിക അവശതയല്ല ആ സ്ത്രീക്ക്, അവർക്ക് മാനസിക പ്രതിസന്ധിയാണ്. ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത നെതർലൻഡ് സ്വദേശിയായ സൊറായ ടെർബീക്ക് എന്ന് പറഞ്ഞ 28-കാരിക്കാണ്. അവർക്ക് മെയ് മാസത്തിൽ ദയാവധം സ്വീകരിക്കാൻ ഉള്ള അനുമതി ലഭിച്ചിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗുരുതരമായ ഒട്ടേറെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ് ഈ സൊറായ എന്ന് പറയുന്ന ഈ യുവതി. വിഷാദരോഗം, ഓട്ടിസം, ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നീ രോഗങ്ങളോട് പൊരുതുകയാണ്. ഇവയൊന്നും കൃത്യമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല എന്നാണ് ശാസ്ത്ര ലോകം പറയുന്നത്. സൊറായിയുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചു. അതിൻ്റെ സർട്ടിഫിക്കറ്റുകളും മറ്റ് കാര്യങ്ങളുമൊക്കെ നൽകി, കൃത്യമായി തന്നെ അതിന് തെളിവുകൾ നൽകി, അതിൻ്റെ മറ്റ് റിപ്പോർട്ടുകൾ നൽകി. അതോടുകൂടിയാണ് ഈ സ്ത്രീക്ക് ദയാവധം അനുമതി നൽകിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം സ്വയം മരണം തിരഞ്ഞെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നു പല രാജ്യങ്ങളും എന്നത് അതൊരു പരാതിയായിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് വേണമെങ്കിൽ പറയാം. ഒരു മനുഷ്യനെ ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് എന്നൊക്കെ നമ്മൾ നാട്ടുഭാഷയിൽ ചോദിക്കാറില്ലേ. ഇങ്ങനെ കിടക്കരുത്, കിടന്നു പോകരുത്, പെട്ടെന്ന് മരിക്കണം, അനായാസേന മരണം എന്ന് പറയുന്നത് പോലെ തന്നെ സൊറായിയുടെ വാർത്ത പുറത്തു വന്നതോടുകൂടി ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നവരുമുണ്ട്, എതിർക്കുന്നവരുമുണ്ട്. ഈ ദയാവധം പോലുള്ള കാര്യങ്ങൾ മാനസികാരോഗ്യങ്ങൾക്ക് ഒക്കെ ദയാവധം സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കും. അതായത് അങ്ങനെയുള്ള ആളുകൾ, ചെറിയ ഒരു പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ദയാവധത്തിന് അർഹനാണ്, അല്ലെങ്കിൽ അർഹയാണ്, എനിക്കത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇതിനെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ട് ദയാവധം അന്വേഷിച്ച് എന്നുള്ളൊരു പ്രശ്നമാണ് പറയുന്നത്. പണ്ടെല്ലാം ദയാവധത്തെ അവസാനത്തെ വഴി എന്ന നിലയിലാണ് ഡോക്ടർമാരും ഒക്കെ തന്നെ കണ്ടിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ അതിന് സ്വീകാര്യത വർദ്ധിച്ചിരിക്കുന്നു. അത് ഒരു പൊതുസംഭവമായി മാറുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. മുമ്പത്തെ അപേക്ഷിച്ച് ആരോഗ്യ പ്രവർത്തകർ മാനസികാരോഗ്യ പ്രശ്നങ്ങളുമായി എത്തുന്നവരെ എളുപ്പം കൈവെടിയുന്നു, അവരെ ദയാവധത്തിന് അനുമതി കൊടുക്കുന്നു. അതൊരു സാമൂഹ്യ വിഷയമായിട്ട് കൂടി ഉയർന്നു വരുന്നുണ്ട്. ഈ സൊറായ എന്ന സ്ത്രീക്ക് അവർക്ക് മാനസികാരോഗ്യ ചികിത്സാ വിദഗ്ധയാകണം എന്നായിരുന്നു ആഗ്രഹം. തനിക്ക് വേണ്ടി കൂടുതലൊന്നും ചെയ്യാൻ ഇനി ആർക്കും കഴിയില്ല, ഇത് ഭേദമാകാൻ പോകുന്നില്ല, അപ്പോൾ ദയാവധം സ്വീകരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഈ സൊറായ എന്ന് പറയുന്ന ഈ യുവതി എത്തുകയായിരുന്നു. ഇത് ഭേദമാകുന്നില്ലെങ്കിൽ ഈ അവസ്ഥയുമായി മുന്നോട്ട് പോകാൻ ആവില്ല. കാരണം മാനസികാരോഗ്യ പ്രശ്നമാണ്, അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തും. മാത്രമല്ല അവനവനെ മാത്രമല്ല മറ്റാളുകളെയും ബാധിക്കുന്നൊരു വിഷയമാണ്. ദയാവധം സ്വീകരിക്കുന്ന പ്രക്രിയയെക്കുറിച്ചും സൊറായ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ ഒരിക്കലും വന്നയുടൻ കിടക്കാൻ പറയുകയും ഉടനെ കുത്തിവെച്ച് കൊല്ലുകയും ഒന്നുമല്ല. തയ്യാറാണോ എന്ന് ചോദിക്കും, വീണ്ടും തനിക്ക് ഈ തീരുമാനം വേണോ എന്ന് ചോദിക്കും, പലകുറി ആവർത്തിക്കും, എന്നിട്ട് നല്ല ഒരു മരണയാത്ര ആശംസിക്കും എന്നുള്ളതാണ്. സുരക്ഷിതമായ യാത്ര ആശംസിക്കുന്നത് ഇഷ്ടമല്ല, കാരണം താൻ എവിടെയും പോകുന്നില്ല എന്ന കാര്യം കൂടി സൊറായ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവരുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ദയാവധ പ്രക്രിയ നടത്തുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പറയുന്നത്. ആദ്യം സെഡേഷനിൽ, അതായത് മയക്കി കിടത്തിയ ശേഷം ഹൃദയമിടിപ്പ് നിൽക്കാനുള്ള മരുന്ന് നൽകുകയാണ് ചെയ്യുക. മരണാനന്തര ചടങ്ങുകൾ തനിക്കായി ചെയ്യരുതെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ നെതർലൻഡ്സ് മുൻ പ്രധാനമന്ത്രി ഡ്രിസ് ഫൻ അഹത്ത് അദ്ദേഹവും ഭാര്യയും ദയാവധം സ്വീകരിച്ചിരുന്നു. അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തി തന്നെ ദയാവധം സ്വീകരിച്ച ആളാണ്. 93 വയസ്സായിരുന്നു. മസ്തിഷ്ക രക്തസ്രാവമുണ്ടായി അദ്ദേഹം കിടപ്പിലായിപ്പോയി. അതുകൊണ്ടാണ് തുടർന്ന് അദ്ദേഹത്തിന് ഇനി കിടക്കാൻ വയ്യ എന്ന് പറഞ്ഞാണ് ദയാവധം സ്വീകരിച്ചത്. 2001 നെതർലൻഡ്സിൽ ദയാവധം നിയമവിധേയമാക്കുന്നത്. അവിടെ തൊട്ട് ദയാവധങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 2022 രാജ്യത്തെ 5% മരണങ്ങളും ദയാവധമായിരുന്നു എന്ന് പറയുന്നു. നമ്മുടെ നാട്ടിലൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലുമില്ല. നമ്മളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് എന്നാണ് പറയുന്നത് പൊതുവെ. ഈ പരസഹായത്തോടു കൂടി ആത്മഹത്യ പല രാജ്യങ്ങളിലും നിയമപരമായി അംഗീകരിച്ചിട്ടുണ്ട്. ദയാവധം വ്യത്യസ്തമാണ്. സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ, ബെൽജിയം, അതുപോലെ ന്യൂസിലൻഡ്, സ്പെയിൻ
അമേരിക്കയുടെ ചില ഭാഗങ്ങൾ, ഇവിടെയൊക്കെയാണ് ഈ പരസഹായത്തോടു കൂടിയ ആത്മഹത്യയും ദയാവധവുമൊക്കെ അംഗീകൃതമായത്. മനോരോഗികൾക്ക് കൂടി ദയാവധം അനുവദിക്കാം എന്നുള്ളൊരു ചിന്ത കാനഡ ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് യുത്തനേഷ്യ എന്നാണ് ഇതിന് ഔപചാരികമായി പറയുന്ന വാക്ക്. യുത്തനേഷ്യ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഈ വാക്കുണ്ടായത്. ഇതിൻ്റെ അർത്ഥം ഗുഡ് ഡെത്ത്, നല്ല മരണം എന്നാണ്. ഒരു വ്യക്തിക്ക് അയാൾ അനുഭവിക്കുന്ന ശാരീരിക മാനസിക പീഡനം അല്ലെങ്കിൽ വേദനകൾ, ഇതിൽ നിന്നൊക്കെ മോചനം നൽകുന്നതിനായി അയാളുടെ ജീവിതം അവസാനിപ്പിച്ച് കൊടുക്കുന്നതിനെയാണ് ദയാവധം അഥവാ യുത്തനേഷ്യ എന്ന് പറയുന്നത്. ലോകം മുഴുവൻ ചിലപ്പോൾ ഈ ഒരു വിഷയം ചർച്ചയായേക്കാം. ഇതിൻ്റെ നിയമസാധുതയെക്കുറിച്ച് ഒരുപാട് സാമൂഹ്യ വിദഗ്ധരും ശാസ്ത്രജ്ഞരും മനോരോഗ ചികിത്സാ വിദഗ്ധരും അല്ലാത്തവരും പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും സൊറായയ്ക്ക് ഒരു ദയാവധം കിട്ടുകയാണ്. അവരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് അവർ എന്നേക്കുമായി മോചിതയാവുകയാണ്. മരണത്തെ സ്വയം സ്വീകരിച്ചുകൊണ്ട് അവർ ആ മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ അല്ലെങ്കിൽ ആ മാനസികാരോഗ്യത്തിൻ്റെ അവസ്ഥയെ അവർ മറികടക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ദയാവധം ഒരു സജീവ ചർച്ചാ വിഷയമായി ഭാവിയിൽ മാറിയേക്കാം.